ക്രിയായോഗ ഇൻ്റർനാഷണൽ എല്ലാവർക്കും സ്വാഗതം. ക്രിയായോഗ പഠിക്കാനായിട്ട് വരുന്നവരോടും അതിൻ്റെ പുറകെ പോയി അതിനെപ്പറ്റി അറിയാൻ അറിവ് നേടുന്നവർക്കും ഒക്കെയുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ്. ക്രിയായോഗത്തിലേക്ക് അല്ലെങ്കിൽ ആ യോഗമാർഗത്തിലേക്ക് പോകുന്നവർക്ക് ആദ്യം അറിയാൻ ക്രിയ എന്ന് പറയുന്ന ആക്ഷൻ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അത് യോഗമാർഗമാണ്. എന്ത് മാർഗം എന്ത് രീതിയിലുള്ളതാണെന്നുള്ളത് പറയാം. അതിനു മുമ്പ് ഇത് കുണ്ടലിനിയെ ഉണർത്തുന്ന സർപ്പ കുണ്ടലിനി ദീക്ഷയാണ് ക്രിയാദീക്ഷ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കിട്ടുന്നു. നമ്മുടെ ഉള്ളിലെ നാഗത്തെ ഉണർത്താൻ എങ്ങനെ കഴിയും എന്നുള്ളതാണ് ഇതിലുള്ളത്. അതുകൊണ്ട് ക്രിയായോഗ എന്ന് പറഞ്ഞിട്ട് നിങ്ങളാരും ഇതാക്കേണ്ട. സർപ്പ കുണ്ടലിനിയെ പഠിക്കാനുള്ള നമ്മുടെ ഉള്ളിലെ അവനവനുള്ള ഈശ്വരാംശമായ സർപ്പത്തെ പഠിക്കാനുള്ളൊരു മാർഗമാണ്. അതിനെ ഉണർത്തി അതിൻ്റെ പ്രാണനിലൂടെ പഠിക്കാനുള്ള, ശ്വാസത്തിലൂടെ പഠിക്കാനുള്ള, ബ്രഹ്മഗ്രന്ഥിയെ ഉണർത്താനുള്ള ഒരു ശിവ സിദ്ധ സമ്പ്രദായ മാർഗമാണ്. ആരാണ് ഞാൻ, എന്തിനാണ് ജനിച്ചത്, ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഉത്തരം നൽകുന്ന മാർഗമാണ് സർപ്പകുണ്ടലിനി അഥവാ എന്ന് പറയുന്ന കുണ്ടലിനി ദിശയാണ് ക്രിയായോഗ ദിശ എന്ന് പറയുന്നത് സ്വീകരിക്കുന്നത്. ഇതിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ഉള്ളിലെ നമുക്ക് ഉള്ള നെഗറ്റീവ്സിനെ നിങ്ങൾ കണ്ടുപിടിച്ച് ഇല്ലാതാക്കുക. പൂർണ്ണമായ ഈശ്വരാംശത്തോട് കൂടിയിട്ടേ നമ്മളിതിലേക്ക് ഇറങ്ങാവൂ. അപ്പോൾ നെഗറ്റീവ്സിനെ മാറ്റാം. അത് കഴിഞ്ഞ് നമ്മുടെ കുലത്തിലെ അല്ലെങ്കിൽ നമ്മുടെ തറവാട്ടിലെ ദേവീദേവന്മാരൊക്കെ ഉണ്ടെങ്കിൽ ആ ദേവീദേവന്മാരെ ഉപാസിച്ച് സേവിച്ച് പണ്ട് കാലത്ത് കൊണ്ടുവന്ന ഒരു മുത്തപ്പൻ അല്ലെങ്കിൽ കാർന്നോര് അങ്ങനെ ഒരു വ്യക്തി ഉണ്ടാകും, നമുക്കറിയാൻ പാടില്ല. ആ ഒരു വ്യക്തിനെ അല്ലെങ്കിൽ അങ്ങനെ ഇല്ലാത്തവർക്ക് ഇതിൽ ജാതി, ഈ ക്രിയായോഗ അല്ലെങ്കിൽ സർപ്പകുണ്ടലിനിക്ക് ജാതിയോ മതമോ ഭാവമോ ഭേദമോ ഒന്നുമില്ല. അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കേണ്ടത് നമ്മുടെ കുലത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കുടുതറവാട്ടിൽ ആരെങ്കിലും ദേവീദേവന്മാരുടെ പുറകെ പോയി ഉപാസനയോ സേവയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ദേവീദേവന്മാരെല്ലാം നമ്മൾ നോക്കേണ്ടത് ആ ഒരു കാർന്നോരെ അല്ലെങ്കിൽ ആ ഒരു മുത്തപ്പനെ നമ്മളെപ്പോലെ ജീവിച്ച് മരിച്ച ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ മുത്തപ്പനെ നമ്മൾ വിളിക്കുകയാണ്. എങ്ങനെ വിളിക്കണം? ഗുരുവായിട്ട് കണ്ട് വിളിക്കണം. നമ്മളെപ്പോലെ ജീവിച്ച് മരിച്ചു പോയ പ്രേതമായി ആ വ്യക്തിനെ എങ്ങനെ വിളിക്കണം? ഈശ്വരനാക്കി മാറ്റണം. എങ്ങനെ ഈശ്വരനാക്കി മാറ്റും? ശിവനായി വിളിക്കണം. മോക്ഷമാർഗം എന്ന് പറയുന്നത് ശിവനിലേക്കാണ് മോക്ഷം. നമ്മളൊരു അമ്മയുടെ ഗർഭപാത്രത്തിൽ ജനിക്കുമ്പോൾ ഒരു നാഗത്തിൻ്റെ ചെറിയൊരു DNA പോലത്തെയുള്ള ഒരു നാഗക്കുഞ്ഞിനെ പോലെയുള്ള ചെറിയൊരു ഇതാണ് ഭ്രൂണമായിട്ട് നമ്മൾ നിൽക്കുക. ആ സമയത്ത് നമ്മൾ 8-9 മാസം ബ്രഹ്മദേവനായിട്ടാണ് ഗർഭപാത്രത്തിൻ്റെ ഉള്ളിൽ ജീവിക്കുക. വെളിയിൽ വന്ന് കണ്ണ് തുറന്ന് ലോകം കാണുമ്പോൾ, ഭൂമിയെ കാണുമ്പോൾ നമ്മൾ മഹാവിഷ്ണുവായിട്ട് ജീവിക്കും. നമ്മൾ തന്നെയല്ല. അത് കഴിഞ്ഞ് നമ്മൾ മരിക്കുമ്പോൾ ദേഹം വിട്ട് ദേഹി പോകുന്നത് ശിവനിലേക്കാണ്. ഇത് ത്രിമൂർത്തി ബ്രഹ്മ വിഷ്ണു മഹേശ്വർ എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്, നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. ഇതിലേക്ക് ഒരു 6 ജന്മങ്ങൾ കഴിഞ്ഞ് 7ാമത്തെ ജന്മമായ മനുഷ്യജന്മത്തിലേക്ക് എത്തുന്നതിൻ്റെ കാരണം ഒരു പോയിൻ്റ് നമുക്ക് ചെയ്യാനുണ്ടാവും ഈ ലോകത്ത്. അതാണ് ആരാണ് ഞാൻ, എന്തിനാണ് ജനിച്ചത്, എന്തുകൊണ്ടാണ്, എന്താണ് ഇനി ചെയ്യേണ്ടത്. ഇതാണ് ആദ്യം അറിയേണ്ടത്. അതിന് നമ്മുടെ കുലത്തിലെ പരദേവതകളെ കൊണ്ടുവന്ന
ആ മുത്തപ്പനെ ഗുരുവായിട്ടും ഈശ്വരനായിട്ടും വിളിക്കുക. ഇപ്പം അതില്ല എന്ന് വിചാരിച്ചു. നിങ്ങളുടെ കുലം സ്റ്റാർട്ട് ചെയ്ത ഒരു സമയമുണ്ട്. നിങ്ങളുടെ അച്ഛൻ്റെ ആ ഒരു രീതിയിലും അമ്മയുടെ രീതിയിൽ പോകുന്ന, ആ പാരമ്പര്യത്തിൽ പോകുന്ന, ആ കുലത്തിൽ പോകുന്ന ഒരു വ്യക്തി തുടങ്ങുന്ന ആ വ്യക്തിയെ നമുക്കറിയില്ല, കണ്ടിട്ടില്ല, ഒന്നുമില്ല. ആ വ്യക്തിയെ നമുക്ക് ഗുരുവായിട്ടും ഈശ്വരനായിട്ടും വിളിച്ച് 5 എഴുത്തുകളിലൂടെ 5 എഴുത്തിൻ്റെ രൂപമായ മനുഷ്യനും 5 എഴുത്തിൻ്റെ രൂപമായ പ്രകൃതിയും ഒന്നാവുന്ന സമയമാണ്. ആ സമയത്താണ് കുണ്ടലിനി ഉണരുക. എന്താണ് 5 എഴുത്ത്? പഞ്ചഭൂതങ്ങളായ നിർമ്മിതമായ മനുഷ്യ ശരീരവും പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ പ്രകൃതിയും. അതാണ് എന്ത്? മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ഒരേ പോയിന്റിലേക്ക് എത്തിക്കുന്ന ഒരു സംഭവമാണ്. ആ മാർഗമാണ് ക്രിയായോഗം. അപ്പോൾ ഇതിൽ ചക്രാസിനെ ഉണർത്താൻ മൂലാധാരം മുതൽ സഹസ്രാരം വരെ അതിൻ്റെ മുകളിലേക്ക് വരെ പോകാനുള്ള ബേസിക് അടിത്തറ കിട്ടുന്നത് ഈ കുലത്തിലുള്ള ഒന്നുകിൽ ഉപാസനയും സേവയും പുറകെ പോയ ആ ഗുരു, അല്ലെങ്കിൽ കുലത്തിലെ ഗുരു. അതും നമ്മുടെ പാരമ്പര്യമാണ്. DNA-യിലുള്ള ആ കുലം തുടങ്ങിയ ആ വ്യക്തിയെ നമുക്കറിയാം. പക്ഷെ അങ്ങനെ ഒരാളുള്ളത് കൊണ്ടാണ് ഞാനായാലും നിങ്ങളായാലും ഇവിടെ ഉള്ളത്. അപ്പോൾ ആ വ്യക്തിയെ ഈശ്വരനായിട്ട് കണ്ട് ആ വ്യക്തിയെ ഗുരുവായിട്ട് കാണുക. കാരണം നമ്മുടെ ഉള്ളിലുണ്ടത്, അതിനെ ഉണർത്തുന്നത്. ആ എനർജിയാണ് നമുക്ക് കുണ്ടലിനിയിൽ ആ പവർ എന്ന് പറഞ്ഞ് എല്ലാവരും പറയുന്ന ആ ഫീലിംഗ്, അല്ലെങ്കിൽ ആ പവർ എന്ന് പറയുന്ന ഇതിന് ആദ്യം ഈ ഗുരുവിലൂടെയാണ് പോകുന്നത്. ഗുരു ഉള്ളിൽ, വെളിയിൽ പറഞ്ഞു കൊടുക്കുന്ന ആൾ വേറെ രീതിയിലുള്ള വേറെ പുറത്തുള്ളൊരു ഗുരുവാണ്. അവർക്ക് വഴി കാണിച്ചു തരാനേ പറയാൻ പറ്റൂ. കൊണ്ടുപോകുന്നത് ആ ഗുരുവാണ്. അപ്പോൾ ഗുരുവിനെ നമ്മൾ 5 എഴുത്തായ പഞ്ചാക്ഷരി ചൊല്ലി ഓംനമഃശിവായ ചൊല്ലി വിളിക്കുക. അങ്ങനെ വിളിച്ചു കഴിയുമ്പോൾ ആ ഗുരു കാണിച്ചു തരും നിങ്ങളുടെ ദൈവം ഏതാണെന്ന്. അതിനൊരു ഭാവമുണ്ട്. ആ ഭാവത്തിൽ ഇത് രണ്ടിനെയും നമ്മൾ ഒരുമിച്ച്, അപ്പോൾ ശൈവമായി ശക്തിയുമായും ഇടയുമായി പിങ്കളയുമായി, ഇടനാടിനെയും പിങ്കളനാടിനെയും നമ്മൾ ഉണർത്തുകയാലെ ചക്രാസ്. അപ്പോൾ അതിനെ ഉണർത്താം പഞ്ചാക്ഷരി. അത് കഴിഞ്ഞ് പഞ്ചാക്ഷരിയിലൂടെ നമുക്ക് വേറൊരു ഇതിലേക്ക് എത്തണം. അതും കൂടി കണ്ടുപിടിച്ച് അതിലൂടെ ശിവനെയും ശക്തിയെയും ഇടയെയും പിങ്കളയെയും ഉണർത്തുമ്പോൾ നമുക്ക് ഈ ചക്രാസ് വർക്കുകയും കുണ്ടലിനി. ഇന്ന് പലരും ചെയ്യുന്നത് വെറുതെ കുറേ ക്രിയകളും എന്തിനാണ് ചെയ്യുന്നതെന്നോ എന്താണ് ഇതിൽ കയറുന്ന എനർജി എന്നോ ഈ പവർ നമ്മുടെ പാരമ്പര്യത്തിലെ DNA-യിലുള്ള പവറാണ് നമുക്ക് കയറുന്നത്. അതിനുണർത്തുന്നതാണ് ആദ്യം ചെയ്യുന്നത്. ആദ്യം നമ്മുടെ നെഗറ്റീവ്സിനെ മാറ്റണം. അത് കഴിഞ്ഞിട്ട് ഗുരുവിലൂടെ നമ്മൾ സഞ്ചരിക്കണം. ആ ഗുരു കാണിച്ചു തരുന്ന ദേവഭാവമത്തെ ശക്തിനെ നമുക്കറിയണം. അത് ദേവീഭാവം അല്ലെങ്കിൽ ശക്തിഭാവം. ഇത് രണ്ടും ഒന്നാവുന്ന സമയത്താണ് നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക. അതുകൊണ്ടാണ് ക്രിയായോഗ പെട്ടെന്നെടുക്കുന്ന ദീക്ഷയല്ല, അല്ലെങ്കിൽ ക്രിയാദീക്ഷയല്ല, അല്ലെങ്കിൽ കുണ്ടലിനി ദീക്ഷയല്ല. ഇത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ചെയ്യുക. കാരണം നമ്മൾ ഭൂമിയിലിരുന്ന് നമ്മൾ ഇരുന്ന് ജപിക്കാതിരിക്കുമ്പോൾ എല്ലാവരും മുറിക്കുള്ളിലിരുന്ന് ഏതെങ്കിലും മൂലക്കിരുന്ന് ഒളിച്ചിരുന്ന് ജപിക്കുന്ന ആൾക്കാരാണ് പല ആൾക്കാരും. അങ്ങനെയല്ല ഇതൊക്കെ ചെയ്യേണ്ടത്. പ്രകൃതിയിലിരുന്ന് പ്രകൃതിയുടെ വായുവിനെ വലിച്ചെടുക്കുക. എന്നാലേ ആ ഒരു എനർജിയിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. അല്ലാണ്ട് ദൈവം ഇത് കാര്യം ചെയ്യരുത്. ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. ഒളിച്ചിരുന്ന് ചെയ്യുന്നത് ഒരു കാര്യമില്ല. അപ്പോൾ ഭൂമിയിലിരുന്ന് പ്രകൃതിയിലിരുന്ന് മണ്ണിലിരുന്ന് ചെയ്യാം. അപ്പോഴാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ എനർജി നമുക്ക് ഫീലാവുന്നത്. ഇത് തുടക്കക്കാർക്കാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ശിവത്തിലിരുന്ന് ബ്രഹ്മത്തിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ ശിവത്തിൽ എന്ന് പറഞ്ഞാൽ ശിവനായിട്ടിരുന്ന് ശക്തിയിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ ഇത് രണ്ടിൻ്റെയും എനർജി നമുക്കുണ്ടായാലേ ശിവത്തിൽ നിന്ന് ബ്രഹ്മത്തിലേക്ക് പോകണം. അതിലേക്കാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അടിത്തറ. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത് ചെയ്താൽ അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.